സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? ചങ്ങാതിമാരെ ഉഷാറല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യ്. നമ്മള് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷ വരാൻ പോവുകയാണല്ലേ. അതിനു വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നൽകിയ സമയത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളും, നിങ്ങളൊരു പുതിയ ഉദ്യോഗാർത്ഥിയാണ്, ഇനി വരാൻ പോകുന്ന 4-5 മാസം കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയുണ്ട്. 7ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയാണ് ഇത്. നോക്കൂ, 10ാം ക്ലാസ്സോ പ്ലസ് 2 ഡിഗ്രിയോ PGയോ നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും. കേരളത്തിലെ വിവിധ സർക്കാരിന് കീഴിലുള്ള ബോർഡ്, കമ്പനി, ഇത്തരം കോർപ്പറേഷനിലേക്കൊക്കെയുള്ള നിയമനമാണ്. നോക്കൂ കൂട്ടുകാരെ, എന്താണ് പ്രത്യേകത? ഈ ഒരു പരീക്ഷ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്? ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ ഒരു 1-2 വർഷം കൊണ്ട്, എന്ന് വെച്ചാൽ 2027 ഈ പരീക്ഷ കഴിഞ്ഞ് ലിസ്റ്റ് വരും. ഒരു 2 വർഷം 2028 ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മിക്കവാറും ജോലി കിട്ടും. ഒരു 2000-3000 പേർക്കൊക്കെ നല്ല രൂപത്തിൽ നിയമനങ്ങൾ പോകുന്ന ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് LGS. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് പഠിക്കാൻ തയ്യാറായത്. ഇതിനോടകം പല പരീക്ഷകളും എഴുതി പരാജയപ്പെട്ടവരുണ്ടാകും. അതുപോലെ തന്നെ പുതിയ ആളുകളും ഒരുമിച്ച് ഈ പരീക്ഷ നേരിടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇനി കുറച്ചു കാലമായി പഠിക്കുന്നവർക്കും ഈ വീഡിയോ കാണാം. ഞാൻ നിങ്ങൾക്ക് ചില ടിപ്പുകളും കുറച്ച് കാര്യങ്ങളും പറഞ്ഞു നൽകുകയാണ്. നിങ്ങൾ പലരുടെയും ആശങ്കകൾ ഈ ഒരു വീഡിയോയിലൂടെ പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നോക്കൂ ചങ്ങാതിമാരെ, ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ എന്നോട് മറന്നു പോകുന്നതിന് എഴുതി വെച്ചതാണ്. ഒരു പുതിയ PSC ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിനിമം വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ്? നിങ്ങളിപ്പോ മൊബൈലിൽ നെറ്റ് കയറ്റിയിട്ടായിരിക്കും യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നത് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഓൺലൈനിലൂടെ പഠിക്കാനുള്ള സൗകര്യം നിങ്ങൾക്കുണ്ട്. പൈസ ഒന്നും കൊടുത്ത് പെയ്ഡ് ആയിട്ട് പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഫ്രീ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇനി ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നു, സാറിന്റെ പെയ്ഡ് ബാച്ച് തുടങ്ങിയിട്ട് 1-2 മാസമായല്ലോ. കമ്പനി ബോർഡ് LGSന്റെ നിലവിലൊരു ബാച്ച് ഉണ്ട്, എനിക്ക് അഡ്മിഷൻ അതിലേക്കില്ല. ഒരു ഏകദേശം 2 മാസം കഴിഞ്ഞ ബാച്ചാണ്. എന്നാൽ പുതിയൊരു ബാച്ച് ഭാവിയിൽ തുടങ്ങാൻ സാധ്യതയുണ്ട്. അതിന്റെ കാര്യം ഞാൻ അവസാനം പറയും. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഫ്രീ ആയിട്ട് ഓൺലൈനിലൂടെയൊക്കെ പഠിക്കാനും, നിങ്ങളൊരു പുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിലും ചില ടിപ്പുകളാണ് പറയുന്നത്. മക്കളെ, നമ്മുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ വേണം. ആദ്യത്തെ സംശയമാണ്, ഇത് നിർബന്ധമാണോ? ഞാൻ പറയുന്നു, എന്റെ ഒരു 11 വർഷത്തോളമായി ഞാൻ PSC എന്ന് പറയുന്ന മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം പഠിക്കാൻ തുടങ്ങിയാണ് ഒരു 3 വർഷം. അതിനുശേഷം അധ്യാപന ജീവിതമൊക്കെ തുടങ്ങി ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്, ഒരു റാങ്ക് ഫയൽ നിർബന്ധമായിട്ടും വേണമെന്നാണ് എന്റെ ഒപ്പീനിയൻ ആണ്. അപ്പൊ അത് ഏത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല. നിങ്ങൾ ബുക്ക് സ്റ്റാളിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമന്റിൽ താഴെ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന 2 പബ്ലിക്കേഷനാണ്. അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങാം. അത് അടുത്തൊരു ഡൗട്ടാണ്, സാർ LGSന് മാത്രം ഒരു റാങ്ക് ഫയൽ ഉണ്ടല്ലോ, അത് വാങ്ങട്ടെ? ഞാൻ പറയും വാങ്ങരുത്. നിങ്ങൾക്ക് ഒരു പക്ഷേ 800-900 രൂപയ്ക്ക് കിട്ടും. ഇതൊരു പരസ്യമായിട്ട് പറയല്ല കേട്ടോ. നിങ്ങൾ പറ്റുവാണെങ്കിൽ, നിലവിൽ ബുക്ക് ഉള്ളവർ ആദ്യം തന്നെ പറയട്ടെ, ഇത് കാണണ്ട, ഈ ബുക്കൊന്നും വാങ്ങുകയും വേണ്ട. അല്ലാത്തവർ നിർബന്ധമായിട്ടും ഒരു LDC ലെവൽ പുസ്തകം അല്ലെങ്കിൽ 10th മെയിൻസിന്റെ പുസ്തകം, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 2 പബ്ലിക്കേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പുസ്തകം, നല്ല പുസ്തകമായിരിക്കണം, പോയി നോക്കുക. ഇനി ഓൺലൈൻ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 കമ്പനികളുടെ, ഞാൻ അവരുടെ പേര് പറയാത്തത് ഒരു പ്രൊമോഷൻ നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ ഏറ്റവും എല്ലാവർക്കും അറിയാം, PSC പഠിക്കുന്ന എല്ലാവരുടെ കയ്യിലുള്ള പുസ്തകമാണ് ഇവിടെ ഉണ്ട് കാണിച്ചു തരാൻ. അപ്പൊ ആ പുസ്തകം നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങുക. ഓക്കെ, LDC 10th മെയിൻസ് ഒരു പക്ഷേ 1500 രൂപ ആ റേഞ്ച് ആയിരിക്കും, എനിക്ക് അറിയില്ല കറക്റ്റ് എമൗണ്ട്. നിങ്ങൾ LDCയുടെ 10th മെയിൻസിന്റെ ഒരു പുസ്തകം വാങ്ങുക, 3 വോളിയങ്ങളായിട്ടായിരിക്കും. അപ്പൊ LGSന് മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ, എനിക്ക് LGS മാത്രം മതി, വേറൊന്നും ഞാൻ നോക്കുക പോലില്ല, എഴുതുക പോലില്ല, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അങ്ങനെയുള്ളവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പല പരീക്ഷകൾ എഴുതി എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി നേടുക എന്ന് മനസ്സിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതും ഞാൻ അവരോടാണ് സംവദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ LDCയുടെ ബുക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബീവറേജ് LDC, അതുപോലെ തന്നെ VFA, ഈ 2 പരീക്ഷകളും ഇനി ഈ അടുത്ത വർഷം നടക്കാൻ പോവാണ്. ആ പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. മറ്റെല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകണം ഈ ബുക്ക് വാങ്ങിയാൽ. അപ്പൊ നിങ്ങൾ എന്ത് വാങ്ങണ്ട? LGSന്റെ ബുക്ക് വാങ്ങണ്ട എന്നാണ് എന്റെ ഒപ്പീനിയൻ. ക്ലിയർ ആണല്ലോ? ഈ LDCയുടെ ബുക്കിൽ നിങ്ങൾക്ക് LGSന്റെ സിലബസ് അനുസരിച്ച് ഓരോരോ ടോപ്പിക്കുകൾ ടിക്കറ്റ് പഠിച്ചു പോകാം. ക്ലിയർ? അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം വേണം. എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം ഞാൻ പറയാം. രണ്ടാമത്തെ ഒരു കാര്യം, നോട്ട് ബുക്കുകൾ എഴുതണോ സാറേ? ഇപ്പൊ യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് 1857 കലാപം 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തു. അതിന്റെ PDF നോട്ട്, ഇനി നോട്ട് എന്ന് ചോദിക്കേണ്ട, ഇന്ന് വരെ എടുത്ത യൂട്യൂബിലെ എല്ലാ ക്ലാസിന്റെയും PDF 10, 500, 600, 700 ക്ലാസ് ഇതിനോടൊക്കെ ഞാൻ 6 വർഷം കൊണ്ട് എടുത്തിട്ടുണ്ട്. എല്ലാ PDF നോട്ടും 2 ടെലഗ്രാം ചാനലിട്ട് നമുക്ക് 2ലും ഇടാറുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതൊരു പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ യൂട്യൂബിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്.
ഈ നോട്ടുകളൊക്കെ എടുത്തിട്ട് സെയിൽ ചെയ്യുന്ന ആളുകളെ വരെ 2 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നൽകുന്ന നോട്ട് പല സ്ഥാപനങ്ങൾ പഠിപ്പിച്ചോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അല്ല കേട്ടോ, 2 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും ഉണ്ടാവും, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ PDF നോട്ടൊക്കെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഞാൻ വർഷങ്ങളായിട്ട് നൽകുന്നതാണ്. അതുകൊണ്ട് ഏത് ക്ലാസ് യൂട്യൂബിലിട്ടാലും അതിൻ്റെ PDF ഞാൻ കൊടുക്കാറുണ്ട് കഴിഞ്ഞ 6 വർഷമായിട്ട്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ലേറ്റ് ആയിട്ട് തരും. ഇന്നിപ്പം ക്ലാസ് ഇട്ടാൽ ആ ക്ലാസ്സിനോടൊപ്പം PDF തരില്ല. ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ എന്നോടൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് അറിയണമല്ലോ, അതുകൊണ്ട് കേട്ടോ. പക്ഷേ ആ PDF നോക്കി ചിലർ എന്ത് ചെയ്യും, ഇങ്ങനെ നോട്ട് എഴുതി വെക്കും. അപ്പൊ ക്ലാസ് കണ്ട് നോട്ട് എഴുതി വെക്കും വിശദമായിട്ട്. അങ്ങനെ എഴുതണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ GK ഒക്കെ ഇഷ്ടത്തോടുകൂടി ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ബുക്കുകളൊക്കെ നോട്ട് ബുക്കുകൾ വാങ്ങി എഴുതാം. പക്ഷെ ഞാൻ പറയുന്നു നിങ്ങളോട്, നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരു കറണ്ട് അഫേഴ്സിന്റെ ബുക്ക് വേണം. 20 മാർക്കാണ് നിങ്ങൾക്ക് മാത്സ്, 20 മാർക്കാണ് CA. അപ്പൊ നിങ്ങൾ മാത്സിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം CAക്ക് കൊടുക്കണം. CA പഠിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് ബുക്ക് 1, 2, 3 വാങ്ങിക്കോ. നിങ്ങൾ ഇങ്ങനെ എഴുതുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നോട്ടെ. നിങ്ങൾക്ക് അവസാന സമയം ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ പരീക്ഷ അടുപ്പിച്ച് കറണ്ട് അഫേഴ്സിന്റെ ചെറിയ 150 രൂപ 200 രൂപയ്ക്ക് ബുക്ക് ഇറക്കും. അത് നിങ്ങൾക്ക് വാങ്ങാം. പക്ഷെ അത് ഇപ്പോൾ വാങ്ങരുത് ആരും. പരീക്ഷയുടെ 1-2 ആഴ്ച മുമ്പ് പുസ്തകം ഇറങ്ങും. ആ സമയത്ത് ഒരു 15 ദിവസം മുമ്പ് വാങ്ങിയിട്ട് ആ സമയത്ത് വായിച്ചാൽ മതി കേട്ടോ. അതല്ലാതെ പല കാര്യങ്ങളും മാറും കറണ്ട് അഫേഴ്സ് ആയതുകൊണ്ട്. പറ്റുന്നവർ മന്ത്ലി വൈസ് 2025 2026 നിങ്ങളുടെ പരീക്ഷ വരാൻ പോകുന്നത്. ഓക്കെ, അത് ഉറപ്പാണ്. അപ്പൊ 26 ജനുവരി ഫെബ്രുവരി നമ്മൾ ഏതാണോ മാസം, ആ മാസം വരെയുള്ള നിങ്ങൾ അതിന്റെ ഒരു 1.5 മാസം പിറകിലുള്ള പഠിക്കണം. പരീക്ഷ ഇന്നാണെങ്കിൽ 1.5 മാസം പിറകിലുള്ള വരെയുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. 1.5 മാസം ഞാൻ പറയുന്നില്ല, ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് ചോദിക്കണം. 1 മാസം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അടിക്കുന്ന ഒരു ടൈം, 1 മാസം മുമ്പ് വരെയുള്ള നിങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇപ്പോൾ തന്നെ 25 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കറണ്ട് അഫേഴ്സ് ഞാൻ എഴുതി സെറ്റാക്കും. കൃത്യമായിട്ട് എഴുതും. അത് ഇവിടുന്ന് കിട്ടും, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റുമായിട്ട് നിങ്ങൾ 2025 സമീപിക്കണം. 24 കറണ്ട് അഫേഴ്സും പറ്റുന്നവർ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കുക. ഞാനത് യൂട്യൂബിലിടും. ഇനി പറയുമ്പോൾ സാറാ പിന്നെ കാണില്ലല്ലോ എന്ന് പറയണ്ട, ഞാനത് എപ്പോഴെങ്കിലും ആയിരിക്കും ഇടുക. നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ ഒരു ബാച്ച് ഉണ്ട്, ആ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിനകത്ത് കൃത്യമായി 2024 ഇമ്പോർട്ടൻ്റ് ചെയ്ത് 25 ഓരോ മാസത്തെയും ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇതെല്ലാം കിട്ടുന്ന പ്ലാറ്റ്ഫോം ഇന്ന് കേരളത്തിലുണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനൽ, ഒരുപാട് ടെലഗ്രാം ചാനൽ, ഇവിടെയൊക്കെ കറണ്ട് അഫേഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ ആരും പൈസ കൊടുത്ത് എൻ്റെ ചാനലോ ഒരു ചാനൽ പോകരുത്, മനസ്സിലായോ? ഞാനിത് പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണ് PSC ഫീൽഡ് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ലാതെ പാവപ്പെട്ടവനും ഫ്രീ ആയിട്ട് കിട്ടാൻ, മെറ്റീരിയൽ കിട്ടാൻ ഒരുപാട് സാധ്യതകൾ നിങ്ങൾ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ മെറ്റീരിയൽ കിട്ടും. നിങ്ങൾ അതെല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു നോട്ട് എഴുതി വെച്ച്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഏതെങ്കിലും ചാനൽ, നമ്മുടെ ചാനലും കാണാം. നമ്മുടെ ചാനലിൽ സ്ട്രൈക്കർ കോച്ചിങ് എന്ന് പറയുന്ന മെയിൻ ചാനലിൽ ഞാൻ കറണ്ട് അഫേഴ്സ് രാവിലെ ഇനി മുതലുള്ള ദിവസങ്ങളിൽ കറക്റ്റ് ഇടാൻ ശ്രമിക്കുന്ന പറയാ. 2 ദിവസം മുടങ്ങുമ്പോഴത്തേക്ക് ചീത്ത പറയുകയാണെങ്കിൽ ഞാൻ അത് പറയുന്നില്ല. കാരണം ഒരു വാക്ക് ഞാൻ മുഴുവൻ പറയാറില്ല. അപ്പൊ അതിന്റെ പേരിലും നിങ്ങൾ ഒരു പക്ഷേ വിമർശനം ഉന്നയിക്കണമെന്ന് കരുതിയിട്ടാണ്. പെയ്ഡ് ബാച്ചിലാണെങ്കിൽ കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് 12 മാസം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം യൂട്യൂബിൽ ഇടുന്ന സമയത്ത് നമ്മൾ എല്ലാ ക്ലാസ്സും ഞാൻ ഒരു വ്യക്തിയെ എടുക്കുക. ബയോളജി, കെമിസ്ട്രി, ഈ പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി, കറണ്ട് അഫേഴ്സ്. മനുഷ്യനല്ലടോ, അപ്പൊ അതിൻ്റെതായ പരിമിതി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ 24 മാസമൊന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു പറയാത്ത. പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ ഇപ്പോൾ സോഴ്സുകളുണ്ട്, അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. ടെലഗ്രാം ഡൗൺലോഡ് ചെയ്ത് കേരളത്തിലെ PSC ചാനലുകൾ തിരയുക. എത്ര ചാനലുകളാണ്, എത്ര യൂട്യൂബ് ക്ലാസ്സുകളുണ്ട് അല്ലേ, പ്രമുഖ സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി കറണ്ട് അഫേഴ്സ് പഠിക്കുക. അവിടെയൊക്കെ ഫ്രീ ആയിട്ട് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സും നോട്ടും ഒക്കെ കിട്ടും. നിങ്ങളൊന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തുവിൻ എന്നല്ലേ. അപ്പൊ അത് സെറ്റ്. അപ്പൊ കറണ്ട് അഫേഴ്സ് സെറ്റാണ്. 20 മാർക്ക്. റാങ്ക് ഫയലിന്റെ കാര്യം, ഇത് രണ്ടും ഞാൻ മുകളിൽ കൊടുത്തത്, ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇനി നന്നായിട്ട് കുറച്ചുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് നിങ്ങൾക്കിപ്പോൾ. അത്രയും ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് നമ്മളെ പ്രഖ്യാപിച്ചല്ലോ. വലിയ പ്രയാസമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, പൈസയൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്, അച്ഛൻ്റെ അമ്മേൻ്റെയും പൈസ അല്ല, നിങ്ങൾ സമ്പാദിച്ച പൈസയൊക്കെ ഉണ്ട്, വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഭർത്താവോ ചേട്ടനോ അച്ഛനോ ആരെങ്കിലും വാങ്ങി തരികയാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ അങ്ങനെ ഈ ബുക്കുകൾ കൂടി വാങ്ങുന്നത് നല്ലതാണ്. ഏതാണത്? ഒരു PYQന്റെ പുസ്തകം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും സ്ഥാപന ബുക്ക് സ്റ്റാളിൽ പോയാൽ കിട്ടും. PYQ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ബുക്കുകൾ ഉണ്ടാവും. 4 കൊല്ലം മുമ്പുള്ളതല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQന്റെ ബുക്കുകൾ. അത് വാങ്ങുമ്പോൾ ക്വസ്റ്റ്യൻ മാത്രമുള്ള പുസ്തകങ്ങൾ അത് വാങ്ങരുത്. ഈ പറഞ്ഞ ടെലഗ്രാം ചാനലൊക്കെ ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് PSCയുടെ സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് മാത്രമല്ല, കണക്റ്റഡ് ഫാക്റ്റുള്ള ബുക്കുകൾ ഉണ്ടാവും. ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ ഒരു താല്പര്യമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനൊരു പുസ്തകം വാങ്ങാം. ചെറിയൊരു പൈസ ആയിരിക്കും, 500 രൂപയ്ക്കാണെന്ന് തോന്നി, എനിക്ക് അറിയില്ല. ഏതെങ്കിലും കമ്പനിയോട് നല്ല വാങ്ങാം. ഞാൻ പറയുന്നു, ഇത് വീണ്ടും നിർബന്ധമല്ല.
ഇത് രണ്ടും നിർബന്ധമാണ്. ഈ PYQന്റെ ബുക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാം, നല്ലതാണ്. നിങ്ങൾക്ക് പഠിക്കുമ്പം ഒരു വളരെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും PYQന്റെ ബുക്ക്. SCERTയുടെ ബുക്കുകൾ നിലവിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുതിയത് നോക്കൂ. 9ാം ക്ലാസ്സും ഈ പറയുന്ന ചില 3 ക്ലാസ്സുകൾ മാത്രം ഇറങ്ങിയ സമയത്ത് പുതിയ SCERT വന്നിരുന്നു. അതല്ല, 5 മുതൽ 10 വരെ എല്ലാം മാറിയ പുതിയ SCERT കണ്ടന്റുകളുള്ള നല്ല ബുക്കുകൾ ഈ പറഞ്ഞ പ്രമുഖ സ്ഥാപനങ്ങൾ എന്തായാലും ഇറക്കും. ഓൾറെഡി അത് ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു SCERT ബുക്ക് 100-500 രൂപയായിരിക്കും, അതിന്റെ താഴെയായിരിക്കും അതുണ്ടാവുക. ഏറ്റവും പുതിയ SCERT ഉള്ള ഒരു ബുക്ക് വാങ്ങാം. ഞാൻ വീണ്ടും പറയുന്നു, നിർബന്ധമില്ല. കാരണം സമഗ്രയുടെ സൈറ്റിൽ നിങ്ങൾക്ക് SCERT ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പല ടെലഗ്രാം ചാനലുകളും യൂട്യൂബും ഫ്രീ ക്ലാസ് മെറ്റീരിയൽ നൽകും. അടുത്തൊരു ചോദ്യമാണ്, സാറുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. 2 മാസം മുമ്പ് ഞാൻ നിങ്ങളോട് വന്നൊരു വാക്ക് തന്നിരുന്നു. 6 മാസമുണ്ട്. കമ്പനി ബോർഡ് LGS തീരുമ്പോഴേക്കും എൻ്റെ ആഗ്രഹമാണ് ഈ പറയുന്ന SCERT പുതിയ 7 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു തരിക എന്നത്. ഞാൻ ഏറെക്കുറെ ഒരു 20 ക്ലാസ് എടുത്തില്ലടാ, എടുത്തിട്ടുണ്ട്. ഇനി ഒരു 80 ക്ലാസ് കൂടി എടുക്കാനുണ്ട്. ഇനി എൻ്റെ പോലെ ഒരു 3-4 മാസമുണ്ട്. ഞാൻ എടുക്കും. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ഇടക്കിടക്ക് ബ്രേക്ക് വന്നാലും ഈ 4-5 മാസം കൊണ്ട് ആ 80 ക്ലാസ് ഒക്കെ ഞാൻ എടുത്തു തരും. ചുരുക്കി പറഞ്ഞാൽ SCERT തിങ്കൾ കിട്ടി ചൊവ്വ കിട്ടി സാറേ 2 ദിവസം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചീത്ത പറയരുത്. മനസ്സിലായല്ലോ? അത് 6 മാസം അല്ലെങ്കിൽ 5 മാസം 4 മാസം കൊണ്ട് കംപ്ലീറ്റ് എടുത്തു തീർക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. SCERT ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും എല്ലാ കാര്യങ്ങളും സോഷ്യൽ സയൻസും എല്ലാം ഉൾപ്പെടെ മുഴുവൻ വേണ്ട ചാപ്റ്റേഴ്സും നമ്മൾ യൂട്യൂബിലൂടെ, അതിനകത്ത് ജോഗ്രഫി ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവും, എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് 7ാം ക്ലാസ് കംപ്ലീറ്റ് ആണ്. 8ാം ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഓക്കെ, അങ്ങനെ ഓരോ 9ാം ക്ലാസ്സും 10ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ എടുത്തു അല്ലേ, ജോഗ്രഫിയിൽ ഒരു ചാപ്റ്റർ എടുത്തു. ഇനി 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ എടുക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 മാസം വെയിറ്റ് ചെയ്താൽ അതിൻ്റെ നോട്ടും അതിൻ്റെ ക്ലാസ്സും ഒക്കെ ഇങ്ങനെ ടെലഗ്രാം ചാനലിൽ കൊടുക്കും. അപ്പോൾ അത് സെറ്റാണല്ലോ, വേണമെങ്കിൽ വാങ്ങാം. PYQയുടെ ബുക്കും PYQ ക്ലാസ്സും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ബുക്കില്ലാത്തവർക്ക് വേണ്ടിയാണ്. ഈ കാര്യങ്ങളെല്ലാം നൽകും. മാത്സിന്റെ ബുക്ക് വാങ്ങാൻ ഞാൻ പറഞ്ഞത്, മാത്സ് പ്രയാസമുള്ളവർക്ക് മാത്സ് മാത്രമുള്ള നല്ല ബുക്കുകൾ കിട്ടാനുണ്ട്. നിങ്ങൾ അത് വാങ്ങിയിട്ട് അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 100-300 രൂപ കൊടുത്താൽ മതി. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് LGSന്റെ സിലബസ് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ലാഭവും നഷ്ടവും, അതിനകത്ത് ലാഭവും നഷ്ടവും ഒരു 10-20 പേജ് ഉണ്ടാവും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക, ചെയ്ത് നോക്കുക. അത് നെക്സ്റ്റ് ഭിന്നസംഖ്യ എടുക്കുക, ചെയ്ത് നോക്കുക. ഒരു 100-300 രൂപ കൊടുത്ത് മാത്സ് പ്രയാസമുള്ളവർ ചാനലുണ്ട്, ടെലഗ്രാം ഉണ്ട്, യൂട്യൂബ് ക്ലാസ് ഉണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ പറ്റുന്നവർ ഇത് വാങ്ങുക. അപ്പോൾ ഇത് 3ഉമാണ് അഡീഷണലി നിങ്ങൾ വാങ്ങേണ്ടത്. ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ പറയില്ല, ലക്ഷ്മികാന്തിന്റെ പുസ്തകം, ശ്രീധരമേന്റെ പുസ്തകം എന്നൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പഠിക്കാൻ. അതുപോലെ ഒന്നും നിങ്ങൾ കമ്പനി ബോർഡ് LGSന് പഠിക്കേണ്ട എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. വീണ്ടും ഞാൻ പറയുന്നു, എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വാങ്ങുക, സെറ്റാക്കി പഠിക്കുക. ഈ 2 കാര്യങ്ങൾ, നോട്ട് ബുക്ക്, കറണ്ട് അഫയേഴ്സും റാങ്ക് ഫയലും, ഇത് മസ്റ്റാണ്. ഇനി പറ്റാത്ത വീട്ടമ്മമാർ ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഇത് 3ഉം അല്ലെ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിൽ SCERT കിട്ടുന്ന ഒരുപാട് SCERT കിട്ടുന്ന ടെലഗ്രാം ഫ്രീ ചാനലുണ്ട്. അവിടെ SCERT ക്ലാസ് ഉണ്ടാവും, നോട്ട് ഉണ്ടാവും. അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ PYQന് വേണ്ടിയിട്ട് പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ ക്ലാസ് എടുക്കും, അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ PYQ ക്ലാസ് ഫോളോ ചെയ്യുക. അതല്ലെങ്കിൽ മാത്സിന്റെ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയുന്നില്ല, ഒരു 10 ചാനൽ, പ്രധാനപ്പെട്ട ചാനൽ കേരളത്തിലുണ്ട്. അതെല്ലാം ഫോളോ ചെയ്താൽ മാത്സ് സുഖമായിട്ട് പഠിക്കാം കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം, ഞാൻ ഈ പറയുന്ന ബുക്ക് വാങ്ങാം, അല്ലെങ്കിൽ സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യാം. ഇതാണ് പുസ്തകങ്ങളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഇനി വീണ്ടും എക്സ്ട്രാ അഡീഷൻ എന്ന് വെച്ചാൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി ആഴ്ചയിൽ നിങ്ങൾക്ക് വാങ്ങാം. മനസ്സിലായല്ലോ? തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ വാങ്ങാം. ഇതിൻ്റെ അകത്ത് സെൻറ്റർ പേജിൽ, കാരണം 2014, 13, 12 ആ ഒരു വർഷമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിൽ കെട്ടുകണക്കിന് 10 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ, കെട്ടുകണക്കിന് ഈ തൊഴിൽ വാർത്തയുടെ തൊഴിൽ വീതിയുടെ സെൻറ്റർ ഭാഗം ഉണ്ടായി. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, 2.5 വർഷത്തൊക്കെ എൻ്റെ തൊഴിൽ വാർത്തയുടെ സെൻറ്റർ പേജ് എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു നിധി പോലെ ഞാനിങ്ങനെ കൊണ്ടുവച്ചത്. 2.5 വർഷമൊക്കെ, അതായത് എല്ലാ ആഴ്ചയും ഇതിങ്ങനെ ഒരു ആദ്യത്തെ ഒരു നടുഭാഗത്തെ ഒരു 4-5 പേജ് ഉണ്ടാവും, നല്ല രസകരമായിട്ട്. നമ്മുടെ മൻസൂർ സാർ അന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, ഇന്നൊക്കെ സാറുണ്ട്. അന്നൊക്കെ ഓരോ സാറുമാർ, എനിക്ക് ഓർമ്മ നവാസ് കൽപ്പറ്റ സാർ, അങ്ങനെ ഒരുപാട് സാറുമാർ ഓരോ സമയത്ത് പേര് ഓർക്കുന്നില്ലേ, പല അധ്യാപകരെ ഇപ്പോൾ ഓർക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ എഴുതിയ എന്താ പറയുക, നല്ല നല്ല രസകരമായ കാര്യങ്ങളൊക്കെ, കണ്ടന്റുകളൊക്കെ എടുത്തു വെക്കായിരുന്നു. അപ്പോൾ അതൊരു മുതൽക്കൂട്ടായിരുന്നു. അത് പഠിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാ ആഴ്ചയും മിക്കവാറും മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് വളരെ
വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ഞായറാഴ്ച നിങ്ങളൊരു തൊഴിൽ വാർത്ത വാങ്ങിക്കഴിഞ്ഞാൽ 15 രൂപയാണ്, എനിക്കറിയാം സാമ്പത്തിക ബുദ്ധിമുട്ട്, എന്നാലും ഞാൻ പറയുകയാണ് ഇത്ര പൈസ 15 അല്ലടാ. അപ്പോൾ എന്താണെങ്കിലും അത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അല്ലേ. അത് നിങ്ങളൊന്ന് ഒരു OMR ഒക്കെ ഉണ്ടെങ്കിൽ, അതിനകത്ത് തന്നെ ഇപ്പോൾ OMR ഉണ്ടെന്നൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറെങ്കിലും എടുത്തിട്ട് ഒരു മണിക്കൂർ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞായറാഴ്ച ശനിയാഴ്ചയോ എന്ത് ചെയ്യുക, അതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ അതിനകത്ത് കമ്പനി ബോർഡ് LGSൻ്റെതോ അല്ലെങ്കിൽ LDCയുടെതൊക്കെ എല്ലാ ആഴ്ചയും മോഡൽ എക്സാം ഉണ്ടാവും. ഇപ്പം ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അത് വാങ്ങാറില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ചെയ്തു നോക്കുന്നത് നല്ലൊരു കാര്യമാണ്, വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് പൈസ ഉള്ളവർ, വീണ്ടും ഞാൻ പറഞ്ഞു PSC ബുള്ളറ്റിൻ. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ, PSC ബുള്ളറ്റിൻ നിങ്ങൾക്ക് 1-2 പേജ് അവസാനത്തെ ആ കറണ്ട് അഫയേഴ്സ് അത് നിങ്ങൾക്ക് സുഖമായിട്ട് എല്ലാ ടെലഗ്രാം ചാനലും ഈ പറയുന്ന പോലെ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. നിങ്ങൾ PSC ബുള്ളറ്റിൻ എന്നൊക്കെ അടിച്ചാൽ മതി. മിക്കവാറും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ ക്ലാസ്സുകളൊക്കെ കിട്ടും, മെറ്റീരിയൽ. അവിടെ നിന്ന് എടുത്തിട്ട് പഠിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇപ്പോൾ 15 ദിവസം കൂടുമ്പം ഇങ്ങനെയുള്ള സെൻട്രൽ പേജ് അതും നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ട. ഇത് രണ്ടും നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട്. ഇപ്പോൾ അടുത്ത കമൻറ്റ് ആണ്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഏതൊക്കെയാ ചാനൽ, നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുക്കുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ, CAയുടെ ക്ലാസ്സിൽ, നമ്മുടെ CA ക്ലാസ്സിൽ ഈ പറയുന്ന PSC ബുള്ളറ്റിൻ ഉൾപ്പെടുത്താറുണ്ട്, ഈ പറയുന്ന തൊഴിൽ വാർത്തയും തൊഴിൽ വിവരം കണ്ടന്റുകൾ ഉൾപ്പെടുത്താറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് അതവിടെ കിട്ടും. സെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊക്കെ ആയിട്ടും ഇനിയും സിലബസിനെ കുറിച്ച് അറിയാത്തവർ, സിലബസ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ മതി, കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് ഏതെങ്കിലും സൈറ്റിൽ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ അടിയിൽ ഈ വീഡിയോ അവിടെ ഇടും, അതിൻ്റെ തൊട്ടടിയിൽ എന്ത് ചെയ്യും, സിലബസ് കൊടുക്കും. അതൊന്ന് പ്രിന്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ മിനിമം എഴുതി ചുമരുമേൽ അങ്ങനെ ഒട്ടിക്കാൻ പറ്റും. വീട്ടുകാർ കാണാണ്ടൊക്കെ പഠിക്കുന്നവർ ഒട്ടിക്കുന്നു വേണ്ട, എവിടെയെങ്കിലും എടുത്ത് വെക്കുക. നല്ലതൊരു പ്രിന്റ് എടുത്ത് വെക്കുന്നതാണ്. കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഈ കാണുന്ന സാധനങ്ങൾ മാത്രം പഠിച്ചാൽ 5 മാർക്ക് കിട്ടുന്ന എൻ്റെ മക്കൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, പുതിയ ആളുകളാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ഒരു 100 ടോപ്പിക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് മാത്രമല്ല, അത് തന്നെ പഠിക്കാനുണ്ട്. 1885 മുതൽ 1947 ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു 100 പേജ് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള വലിയൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, ഇതൊക്കെ പഠിക്കണം. ഇതൊന്നും ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ സംസ്ഥാന പുനഃസംഘടന ഉണ്ടാവും, അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം ഉണ്ടാവും, പിന്നീട് നടന്ന യുദ്ധം, പഞ്ചവത്സര പദ്ധതി, നീതി ആയോഗ്, ഇതൊന്നും ഇവിടെ ഇല്ല. നീതി ആയോഗ് ഇവിടെ ഉണ്ടോ? ഇല്ല. നീതി ആയോഗിനെ കുറിച്ച് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഈ ഹരിത വിപ്ലവത്തെ കുറിച്ച്, അത്തരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ അവിടെ ഹിസ്റ്ററി മേഖലയിൽ ഒരു 10 മാർക്ക്. ഭരണഘടനയെ കുറിച്ച് പറയണമെങ്കിൽ ക്ലാസ് ഞാൻ എടുക്കും. ആമുഖം, പൗരത്വം, ഓരോ നിർദ്ദേശങ്ങളും എല്ലാം യൂട്യൂബ് ക്ലാസ് തരും. അപ്പൊ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, വിജയമന്ത്രം ക്ലാസ്സുകൾ നൽകും. നിങ്ങൾ എന്ത് ചെയ്യുക, അതും ഈ രൂപത്തിൽ റാങ്ക് ഫയൽ വെച്ചിട്ടും ക്ലാസ് കണ്ടിട്ട് പഠിക്കുക. ഇപ്പൊ സാറ് തരും എന്ന് പറഞ്ഞെങ്കിൽ ഇനി എന്നെ വിമർശിക്കാൻ നിൽക്കണ്ട. സാർ ഇത് കംപ്ലീറ്റ് ചെയ്താ ഈ ക്ലാസ്സുകൾ എടുത്തു തരും എന്ന് പറയാൻ ഞാനൊരു മനുഷ്യനാണ്. അപ്പൊ എന്നെ കൊണ്ടൊരു പക്ഷെ സാധിക്കില്ല. അതിനാണ് റാങ്ക് ഫയൽ വാങ്ങാൻ പറഞ്ഞത്. കിട്ടുന്ന ക്ലാസ്സുകൾ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകൾ, ഇതിനകത്തുള്ളതൊക്കെ പരമാവധി സമയം കിട്ടുന്നതിനനുസരിച്ച് വിജയമന്ത്രം ക്ലാസ്സുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ പലപ്പോഴും. നിങ്ങളുടെ ഇതാ തുടങ്ങുന്നു, നമ്മുടെ കൂടെ കൂടിക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ 100 കാര്യങ്ങൾ 100% ഞാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധ്യാപകനോ വേറൊരു സ്ഥാപനമോ തരുന്നല്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പണിയെടുക്കണം. ആ പണിയെടുക്കാനുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ഈ പറഞ്ഞ നെറ്റ് ഉണ്ടെങ്കിൽ, ഫോൺ ഉണ്ടെങ്കിൽ, യൂട്യൂബ് അല്ലെങ്കിൽ ടെലഗ്രാം, ഇതൊക്കെ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് സയൻസ് ഉൾപ്പെടെയാട്ടോ ഞാൻ പറഞ്ഞത്. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറഞ്ഞാൽ അല്ലേ, നീണ്ട് കിടക്കാണ് പഠിക്കാനുള്ള അത്രയും കാര്യങ്ങൾ. കണ്ണ്, മൂക്ക്, കണ്ണൊക്കെ നമ്മൾ ക്ലാസ് എടുത്തില്ലേ, അടിപൊളി ക്ലാസ്സാ. മസ്തിഷ്കം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഹൃദയം, കരള്, ഓരോരോ ഭാഗങ്ങള്, എന്താ പറയാ, ഏറ്റവും അവിടെ ടഫായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ഹോർമോണുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ബയോളജി തന്നെ. അതുപോലെ തന്നെ വേറെ ചില കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അത് പഠിക്കുക. ഇനി സസ്യത്തെക്കുറിച്ച് നമുക്ക് അധികം ടോപ്പിക് സിലബസിൽ ഇല്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെറൈറ്റി ആയിട്ട്. ഇപ്പം പൊതുജനാരോഗ്യം 10 മാർക്കാ. 2 ക്ലാസ് ഞാൻ എടുത്തു. നിങ്ങൾ കണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 2 ക്ലാസ് പൊതുജനാരോഗ്യത്തിന് ഞാൻ എടുത്തു. ഈ ക്ലാസ്സിലേക്ക് വന്ന് ഒരു 2 ക്ലാസ്സെങ്കിലും എൻ്റെ ക്ലാസ് കണ്ടവർ എത്ര പേരത് കണ്ടു? ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മാസം മുമ്പ് എടുത്ത 2 ക്ലാസ് ആണ്. ഇനി ഒരു 30-40 ക്ലാസ് ചുരുങ്ങിയത് പൊതുജനാരോഗ്യത്തെക്കുറിച്ച് എടുത്താൽ മാത്രമേ ആ ടോപ്പിക്ക് 10 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 4-5 മാസം കൊണ്ട് ആ ഒരു 10-20 ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഞാൻ പരമാവധി ശ്രമിക്കും. മനസ്സിലായല്ലോ? അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ കാണില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്താ പറയുക, മറ്റേ മോട്ടിവേഷൻ അല്ലെങ്കിൽ ടിപ്പുകൾ, ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉഷാറായിട്ട് നിങ്ങൾ കാണും. അതല്ലാതെ നിങ്ങളോടൊരു ക്ലാസ് ആത്മാർത്ഥമായിട്ട് ഈ PDF ഒക്കെ സെറ്റാക്കി അത്രയും കഷ്ടപ്പെട്ടൊരു മണിക്കൂറുകളുടെ എഫേർട്ടാണ് ഒരു ക്ലാസ് എടുക്കാൻ, അതെടുത്തു തന്നാൽ നിങ്ങൾ കാണത്തില്ല. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇതുപോലെ സിലബസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അത് വെച്ച് ചെയ്യുക. ഇനി അടുത്തൊരു സംശയമാണ്, സാറിൻ്റെ പെയ്ഡ് ബാച്ച് ഉണ്ടോ?
ഞാനൊരു മെന്റർഷിപ്പ് എന്ന രൂപത്തിൽ കുറച്ച് പേരെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇതിൻ്റെതായ ഒരു പക്ഷേ ആ പിള്ളേർ കമന്റ് ചെയ്യും. ഒരു 10-700 പേരുടെ ഒരു ബാച്ച് തുടങ്ങി, ഒരു 3-2 മാസം മുമ്പ് തുടങ്ങിയ ബാച്ചാണ്. ആ 700 പേരിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരെ പഠിപ്പിച്ച് ലൈവാണ്, ഓഡിയോ ആണ്, ആദ്യം പറയുകയാണെ ടെലഗ്രാമിലൂടെയൊക്കെ നമ്മൾ ഒരു കൂട്ടായ്മയാണ്, അങ്ങനെ പഠിച്ച് ഇപ്പോൾ ഒരു 10-500 പേരിലേക്ക് അതിങ്ങനെ ചുരുക്കി കൊണ്ടുവരിക എന്ന് വെച്ചാൽ പരീക്ഷ നടത്തും, ചീത്ത പറയും, ഇമ്പോസിഷൻ കൊടുക്കും, അവരെ ഒഴിവാക്കും, അങ്ങനെ ഒഴിവാക്കി ഇപ്പോൾ അവർ പഠിക്കുന്നവരും എന്ന് വെച്ചാൽ ദിവസവും പഠിക്കാമെന്ന് എല്ലാവർക്കും പറ്റാലോ, പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എല്ലാവരും തൃപ്തരല്ല, ഓക്കെ. എന്നാലും ആ ഒരു 100 പേരെടുക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും അതിനകത്ത് ഹാപ്പിയാണ്. അവരുടെ പ്രശ്നം കൂടെ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അവർക്ക് കാര്യങ്ങൾ കൊടുത്ത് പഠിക്കൂ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, വീണ്ടും റിവിഷൻ ചെയ്യാൻ പറയുന്നു, വീണ്ടും അത് പഠിക്കുന്നു, വീണ്ടും അത് തന്നെ പുതിയ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ അവരെങ്ങനെ വീണ്ടും പഠിക്കാൻ പറഞ്ഞ് അവരെങ്ങനെ കൊണ്ടുപോവാണ്. അതൊരു ഭാഗത്തുകൂടി പോകുന്നുണ്ട്. പരീക്ഷ ആകുമ്പോഴേക്കും അവർക്ക് 100% ഞാൻ കൊടുക്കും ഫസ്റ്റ് ബാച്ച്. ഇനി ഒരു സെക്കൻഡ് ബാച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മെസ്സേജ് അയക്കേണ്ട. ഞാൻ ആദ്യം പറയാണ്, കമ്പനി ബോർഡ് LGS ബാച്ച് ഉണ്ടോ ചോദിച്ച് അയക്കേണ്ട, നിങ്ങൾക്ക് അയക്കാം. ഈ വീഡിയോ നിങ്ങൾ എന്നാ കാണുന്നത് എനിക്കറിയില്ല. ഡിസംബർ 3-ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത്, 2025 ഡിസംബർ 1-3 ഈ ഒരു സമയം ആകുമ്പോഴേക്കും ഞാനൊരു സെക്കൻഡ് ബാച്ച് തുടങ്ങും. അപ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 മന്ത് ഫ്രീ ആയിട്ട് 1 മന്ത്, അപ്പൊ ഇത് ഒരു മാസം ഉണ്ടാവും, ഇയാൾ പോകുന്ന ചിന്തിക്കണ്ട. ക്ലാസ്സുകളും യൂട്യൂബ് ക്ലാസ്സുകളും പരീക്ഷ വരെ ഉണ്ടാകും. ഞാൻ ഉദ്ദേശിച്ചത് ഫുൾ ടൈം ഉള്ളൊരു മെന്റർഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതൊരു മാസം മാത്രം നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ കിട്ടും. തന്നെയല്ല അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്ക് ചുമ്മാ PDF തരും, വീഡിയോ ക്ലാസ് തരും, അതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് CA ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഇപ്പോൾ എന്നല്ല, ഇപ്പം നിങ്ങൾക്ക് CA ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒരു 50 രൂപയാണ് മാസം, 50-60 ആ റേഞ്ചിലാണ് നമ്മളൊരു മാസത്തേക്ക് വാങ്ങാറ്. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്, ഒരു 10-20 ക്ലാസ് ചുരുങ്ങിയത് കിട്ടും. 20 അല്ല കേട്ടോ, ഞാൻ ചുരുങ്ങിയതാ പറയുന്നത്. ഒരു 10-25 PDF ചുരുങ്ങിയത് ഒരു മാസം കിട്ടും. 60 രൂപ എടുത്ത് ഒരു നഷ്ടമില്ല കറണ്ട് അഫയേഴ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതിലും ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട് എവിടെയെങ്കിലും പോകട്ടോ. ഇത് ഞാൻ മാത്രമാണ് എടുക്കുക, അതുകൊണ്ട് തന്നെ അതിപ്പോൾ സമയം 5:30 എന്നൊക്കെ പറയും, പക്ഷെ 5:30 എണീക്കില്ല, സത്യം പറയാലോ. പിറ്റേ 10 മണിക്കായിരിക്കും, അല്ലെങ്കിൽ രാത്രി ആയിരിക്കും. എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് വാസ്തവം, ജെനുവിനായിട്ട് പറയുകയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ബാച്ച് ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന ബാച്ചാണ്. താല്പര്യമുണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഓക്കെ 2 മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ CA ബാച്ചിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന അഡ്മിഷൻ കുറച്ചുകൂടി നിങ്ങൾക്ക് പരിഗണന കിട്ടും. കാരണം ഒരുപാട് പേരെയൊന്നും നമ്മൾ അടുത്തൊരു കമ്പനി ബോർഡ് LGSന്റെ ബാച്ചിൽ എടുക്കില്ല. മാക്സിമം 500-200 പേരൊക്കെ മാക്സിമം ഉണ്ടാവും. 250 പേരെ ഞാൻ ഉദ്ദേശിക്കാം. ചിലപ്പോൾ അത് കൂടി ഡബിൾ ആവാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 250 ഉദ്ദേശിച്ചു, 100 ഉദ്ദേശിച്ചു, പിന്നെ കൂടി പോയതാ. അപ്പൊ എന്താണെങ്കിലും പരീക്ഷ അടുപ്പിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നവർ ഒരു 10-500 പേരെ ഉണ്ടാവാറുള്ളൂ. അത് മതി. ആ 500 പേരിലാണ് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കേണ്ടത്. ഞാൻ അതുകൊണ്ട് അവരെ കുറച്ച് ഫോക്കസ് ചെയ്ത് ക്ലാസ് എടുക്കുമെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ നൽകും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഫ്രീ ആയിട്ട് പഠിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് കണ്ട് പഠിക്കുക, ഒരു റാങ്ക് ഫയലൊക്കെ വാങ്ങുക. നിങ്ങളിപ്പോൾ എൻ്റെ പെയ്ഡ് ബാച്ച് ചേർന്നില്ലെങ്കിൽ ഒരു റാങ്ക് ഫയലെങ്കിലും വേണം. ഇത് രണ്ടും പറ്റൂല, പെയ്ഡ് ബാച്ചിലും ചേരാൻ പറ്റില്ല, റാങ്ക് ഫയലും വാങ്ങാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ കേട്ടോ. ചിലർ പറയും ഫ്രീ ക്ലാസ് മാത്രം തരുന്നവർ എല്ലാ ചാനലും പോയി കമന്റ് ചെയ്യും. എടാ നിങ്ങളോടൊരു 100, 400, 300, 500 രൂപയൊക്കെ കൊടുത്ത് ഏതെങ്കിലും ബാച്ചിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തോ. ഇവിടെയല്ല, വേറെ ഏതെങ്കിലും ആപ്പിൽ പ്രമുഖ സാറുമാരില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ സാറുമാരുടെ അടുത്ത് പോയിക്കോ. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കണം, കുറച്ച് പൈസയൊക്കെ ചിലവാക്കണം. ഞാൻ അങ്ങനെ പറയല്ലോ കേട്ടോ. ഒരു 10-500 രൂപയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ബാച്ച് ഇപ്പം പോയിട്ട് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ബാച്ചിൽ ഇപ്പം ബാച്ചൊന്നുമില്ല. വേണമെങ്കിൽ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിൽ ചെറിയൊരു എമൗണ്ട് ആണ്, നിങ്ങൾ ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ CA ബാച്ചിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് 1 മന്ത് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, സ്ട്രൈക്കർ PSC. എവിടെ കിട്ടും? ടെലഗ്രാം ചാനൽ സ്ട്രൈക്കർ PSC എന്നടിച്ചേട്ടോ. PSC എന്നടിക്കുക, സ്ട്രൈക്കർ എന്നടിക്കുക. അത് അമൂൾ കണ്ടില്ല, സ്ട്രൈക്കർ STRYKER എന്നിട്ട് PSC എന്നടിച്ചിട്ട് ഇത് ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്യും. അവിടെ ഇപ്പം ഒരു മാസത്തെ ഓരോ Day 1, Day 2, Day 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും. അത് 30 ദിവസം കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. നിങ്ങൾ പേടിക്കേണ്ട എവിടെയും പോലെ 31ാം ദിവസം അല്ലെങ്കിൽ സാറ് മുങ്ങി എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. 30 ദിവസം കൊടുക്കും. 31ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് എങ്ങനെ അവസാനം വരെ പഠിക്കണം എന്നുള്ള ഒരു മൊത്തത്തിലുള്ള ടൈം ടേബിൾ തരും കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ടിപ്പുകളും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ഡെയിലി ക്ലാസ് അതും ഉണ്ടാകും. പരീക്ഷ വരെ ക്ലാസ് ഉണ്ടാകും യൂട്യൂബിൽ, മനസ്സിലായല്ലോ. പരീക്ഷ വരെ യൂട്യൂബ് ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടും. SCRT ക്ലാസ്സുകൾ കിട്ടും, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കിട്ടും, വിജയമന്ത്രം ക്ലാസ്സുകളും കിട്ടും. ഞാൻ ഈ പറഞ്ഞ ടെലഗ്രാമിലൂടെയുള്ള ആ ഒരു മെന്റർഷിപ്പ് പരിപാടി അതൊരു പക്ഷേ ഡിസംബറിന് ശേഷം അതുപോലെ ഉണ്ടായിക്കോളുന്നില്ല. കാരണം പരീക്ഷ അടുപ്പിച്ച് എനിക്ക്
നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഫുൾ ടൈം പഠിക്കുമ്പോൾ സമയം കിട്ടില്ല. അതുകൊണ്ടല്ലാണ്ട് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ ആയിട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ഒരു വിലയില്ല. അതുകൊണ്ടാണ് 50 ഉറുപ്പ്യ കൊടുക്കാനില്ല. 50 രൂപ കൊടുത്ത് പഠിക്കാനില്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ അത്രയും ഒരു ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഹേർട്ട് ചെയ്യരുത്, ഞാൻ അങ്ങനെ പറയല്ല. ഒരു 10 രൂപ കൊടുത്തിട്ടെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു വില ഉണ്ടാവാറുണ്ട്. അത് പൊതുവെ എനിക്ക് തോന്നിയാണ്, സത്യമാണെന്ന് എനിക്കറിയില്ല. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ 2 ദിവസം ഉണ്ടാകും, 3-ാമത്തെ ദിവസം എവിടെയെങ്കിലുമൊക്കെ പോകും. അതൊരു മൈൻഡാണ്. ഇപ്പോൾ എൻ്റെ കാര്യം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. തെറ്റാണോ ശരിയാവോ നിങ്ങൾക്ക് വിമർശിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളൊരു 10 രൂപ കൊടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ ഒരു പുസ്തകം വാങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മെനക്കെട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം പറഞ്ഞില്ല, അത് അവസാനം പറയാൻ വിചാരിച്ചാണ്. നിരന്തരമായിട്ട് പരീക്ഷകൾ എഴുതി നോക്കുക. ഓക്കെ, നിരന്തരമായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ, ഡെയിലി നിങ്ങൾക്ക് എക്സാം ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. ടോപ്പിക് ഓരോ ദിവസം 30 ദിവസത്തെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലാണെങ്കിൽ മാക്സിമം പരീക്ഷകൾ എഴുതിപ്പിക്കാറുണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്പിലൊക്കെ എടുത്തിട്ട്, ഒരുപാട് ആപ്പുകളുണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് എക്സാമുകൾ എഴുതി നോക്കുക. ഡെയിലി നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് അത് എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് പഠിച്ചോ ഇല്ലെന്ന് അറിയാൻ പറ്റും. നമ്മുടെ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ പരീക്ഷകളിലൂടെയാണ്. നിരന്തരം പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ പരീക്ഷ ഉള്ളത് നെഗറ്റീവ് വരാതിരിക്കാൻ പറ്റും. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മാത്സ് ഉൾപ്പെടെ നല്ല വൃത്തിക്ക് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറയാൻ വിട്ട് കുറച്ച് ന്യൂസ് പ്രിന്റ് ഒക്കെ വാങ്ങി വെച്ചോണ്ടി കണക്ക് ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഒരു 10-20 രൂപക്ക് കിട്ടും. 1 കിലോ ന്യൂസ് പ്രിന്റ് എത്രയാണ്? അത് വാങ്ങിയിട്ട് ഇങ്ങനെ മാത്സ് ചെയ്തോളുക. ഇതൊക്കെ ചെയ്ത് ഹാപ്പി ആയി പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് കിട്ടും? ഈ ജോലി കിട്ടും. ഇനി നമ്മുടെ SCERT കുറിച്ച് ഡൗട്ടാണ്. അടുത്തൊരു ഡൗട്ട് കൂടി പറഞ്ഞ് ഞാൻ ഇതൊന്ന് പറഞ്ഞേക്കാം. ഇത് വേറൊരു വീഡിയോ ഞാൻ ചെയ്യും. SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെ പഠിക്കണം പറഞ്ഞു തരുമോ? പറഞ്ഞു തരാം. 7ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ ഈ കാണുന്ന ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്. അപ്പോൾ വേറെ ഏതെങ്കിലും ചാനലിൽ ചിലപ്പോൾ 4 ചാപ്റ്റർ മാത്രം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ ഓക്കെ, ആ സാർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ പറയുന്നു, LGS സിലബസ് പ്രകാരം നിങ്ങൾ 3ാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസ്, പുതിയ 7ാം ക്ലാസ് ആണ്. 4 വേണം, 5 വേണ്ട, 6 വേണം, 7 വേണം, 8 വേണം, 9 വേണ്ട. അപ്പം 5 വേണ്ട, 9 വേണ്ട, 11 വേണ്ട കേട്ടോ. അപ്പോൾ ഒരു 3 ഞാൻ ഒഴിവാക്കി തന്നില്ലേ? ഇത് എവിടെ വേണ്ടി വരും? ഇത് VFAക്ക് പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടി വരും. അപ്പം പറ്റുന്നവർ സിലബസ് നോക്കിയിട്ട് LD VFA ഒരുമിച്ച് പഠിക്കുന്നവർ എല്ലാ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സും പഠിക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക? LGSന് ഫോക്കസ് ചെയ്ത് ഇത് മാത്രം പഠിക്കുക. ഇങ്ങനെ ഇവിടെ കിട്ടും. ഞാനിവിടെ യൂട്യൂബിൽ എടുക്കുമല്ലോ. ഇനി 8ാം ക്ലാസ് എടുക്കുമ്പോൾ ഇതുപോലെ ചാപ്റ്റേഴ്സ് ഒക്കെ അവിടെ തരും, അടുക്കും ചുറ്റോടും കൂടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പെയ്ഡ് ബാച്ചിൻ്റെ പ്രൊമോഷൻ അല്ല, എനിക്ക് പെയ്ഡ് ബാച്ചിലേക്ക് ആളെ വേണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെയ്ഡ് ബാച്ചിന് വേണ്ടിയിട്ടൊന്നല്ല പറഞ്ഞത്, നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ യൂട്യൂബിലാകുമ്പോൾ നീരസമുള്ളവരുണ്ടാവും, എന്നോട് എതിർപ്പ് തോന്നുന്നവരുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. പിന്നെ അല്ലാത്ത ചില കമൻറ്റ് ചെയ്യുന്നവരുണ്ട്, അത് വേറെ ഉദ്ദേശമാണ്. അവരുടെ കമൻറ്റ് ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊരു വലിയ കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് യൂട്യൂബ്. അല്ലെങ്കിൽ ഇത്തരം ബാച്ചുകൾ തുടങ്ങുന്നു, പെയ്ഡ് ബാച്ചുകൾ തുടങ്ങുന്ന 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് പഠിച്ചോളൂ, ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറയുമ്പം വേറെ ചില കമൻറ്റുകൾ വരും. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. പോട്ടെ. അപ്പോൾ നന്നായിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിരിക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.